ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പരീക്ഷണ ചിത്രം കൊണ്ട് 84 കോടിയൊക്കെ നേടിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കഴിവില്ല. അതും വില്ലന്റെ അഴിഞ്ഞാട്ടത്തിലൂടെ. വില്ലന്റെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അഴിഞ്ഞാട്ടമല്ല, അതിമാരകമായ കൊടൂര വില്ലനിസം, സൈക്കോ വില്ലനിസം. വില്ലനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ് അന്താളിച്ച് അല്ലെങ്കിൽ അമ്പരപ്പിച്ചു കൊണ്ടുള്ള വില്ലനിസം. എന്താ പറയാ, മമ്മൂക്കാടെ ഈ വെറൈറ്റി പെർഫോമൻസ്, മമ്മൂക്ക വില്ലനായിട്ടുള്ള ഈ കളങ്കാവൽ 84 കോടി നേടി എന്നാണ് പറയുന്നത്. വെറും 6 കോടി മുതൽ മുടക്കിൽ 84 കോടിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വിജയമല്ല. ചില്ലറ വിജയമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മറ്റേ എന്താ പറയാ, മാരക വിജയം, അതിമാരക വിജയം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ലെവലിലേക്കാണ് നമ്മൾ മമ്മൂക്കയുടെ ഈ പടം കളങ്കാവൽ എത്തി നിൽക്കുന്നത്. 84 കോടി ഈ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടി എന്നാണ് പുതിയ അപ്ഡേറ്റ്. എന്തായാലും സിനിമ കസറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പല രീതിയിലും പല രൂപത്തിൽ നെഗറ്റീവ് കമന്റുകളും അതുപോലെ തന്നെ നെഗറ്റീവ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പലരും പല രീതിയിൽ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ടും കളങ്കാവൽ മമ്മൂക്കാടെ അഭിനയത്തിന്റെ പവറുണ്ട്, അഭിനയത്തിന്റെ ഒരു എന്താ പറയാ, അഭിനയ മാജിക് എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് പടം 84 കോടിയിൽ എത്തി നിൽക്കുകയാണ്. ഇത് സത്യസന്ധമായ കണക്ക് തന്നെയാണ്. കാരണം വിശ്വസിക്കാനുള്ള ഒരു തെളിവ് നമ്മളെ കയ്യിൽ കിട്ടിയ കാരണം കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും സിനിമ OTT റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വൻ തുകക്കാണ് OTTയിൽ റിലീസിന് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും വില്ലനിസത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കാനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോരോ പുതിയ പുതിയ പടങ്ങൾ, ഇങ്ങനെ ഓരോരോ പരീക്ഷണ പടമാണ് ഇപ്പൊ ഈ സിനിമ ചെയ്തത്. വില്ലനായിട്ട് പരീക്ഷണം നടത്തിയതാണ്, പുതിയ പരീക്ഷണം നടത്തിയതാണ് മമ്മൂക്ക. അപ്പൊ ആ വില്ലനിസം കൊണ്ട് എന്തായി, 84 കോടി വൺ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഹിറ്റ്. ഇതൊരു ഫാമിലി മൂവിയാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യണ്ട, വിചാരിക്കേണ്ട. ഇതൊരു ഫാമിലി മൂവി അല്ല, ഫാമിലിക്ക് ഇത് കയറി കാണാം. കാരണം ഇത് സൈനഡ് മോഹന്റെ ഒരു പ്രത്യേക തരം കഥയാണ്. അപ്പൊ അതിൽ ചെറിയ ഒരു മാറ്റം വെത്തലും മറ്റൊതൊക്കെ നടത്തിയിട്ടുള്ള സിനിമയാണ്. സിനിമ കണ്ടവർക്ക് നന്നായിട്ട് അറിയാം. കാരണം മമ്മൂക്കാടെ ഒരു അഭിനയത്തിന്റെ ഓരോരോ വെറൈറ്റി ഭാവങ്ങളുണ്ട്. സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ട്രോളുകളും അതുപോലെ തന്നെ ഡീഗ്രേഡിങ് വീഡിയോസ് ഒക്കെ വന്നതാണ്. പലരും പല രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ പരീക്ഷണം എന്തായി, മമ്മൂക്കാടെ ഈ പരീക്ഷണം വൻ വിജയമായി തീർന്നു. ജിതിൻ കെ ജോസിന്റെ സംവിധാനത്തിൽ ഈ പടം എന്തായി, അടിപൊളിയായി മാറി. അപ്പോൾ ഇനിയും പടങ്ങൾ ഇതുപോലെ തന്നെ പല പല പരീക്ഷണങ്ങളുമായിട്ട് നമ്മൾ മമ്മൂക്ക വരും. പടങ്ങൾ അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്യും. കാരണം മലയാളത്തിൽ വേറൊരു നടന് ഇങ്ങനെ പരീക്ഷണം നടത്താൻ തയ്യാറല്ല. കാരണം ഒരു സൂപ്പർ സ്റ്റാറും അല്ലെങ്കിൽ ഒരു മെഗാസ്റ്റാറും ഒരു കംപ്ലീറ്റ് ആക്ടറും എന്ത് ചെയ്യില്ല, ഇങ്ങനെ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് വരില്ല. പക്ഷെ മമ്മൂക്ക ഈ സൂപ്പർ സ്റ്റാർ അല്ല, മെഗാസ്റ്റാർ അല്ല, ഏത് പദവിയിൽ എത്തിയാലും ഏത് പദവി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും പരീക്ഷണം നടത്താൻ മമ്മൂക്കാനെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. പുതിയ പുതിയ സംവിധായകന്മാർക്ക് അവസരം കൊടുക്കുന്ന മലയാളത്തിൽ ഏക നടൻ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കാണ്. കളങ്കാവലിന്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ വിജയമല്ല, വൻ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ വിജയമാണ്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് ജിതിൻ കെ ജോസ് മമ്മൂക്ക ജിതിൻ കെ ജോസിന് ഡേറ്റ് കൊടുത്തത് തന്നെ വൻ സംഭവമാണെന്നാണ് ജിതിൻ കെ ജോസിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത്. അപ്പോൾ കളങ്കാവൽ വൺ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കളക്ഷനൊക്കെ അടിപൊളിയായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുവർഷത്തിലും നല്ല കളക്ഷൻസുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.